നിലവിൽ നടന്ന ഒരു ഹോളി ആഘോഷം, അതിനിടയിൽ നടന്ന വെറും നിസാരമെന്ന് പറയാവുന്ന ഒരു സംഭവം, അതിപ്പോൾ ഒരു വർഗീയ കലാപത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം എന്നത് നിരവധി പേർക്ക് നീതി ലഭിച്ച ദിവസവും നീതി നിഷേധിക്കപ്പെട്ട ദിവസവും കൂടിയാണ്. കൊലപാതകത്തിലും ഉപരി ഇന്ന് 20th അവർ യാത്ര ചെയ്യുന്നതും ആ വാർത്തകളിലൂടെ തന്നെയാണ്. സ്വാഗതം നിഗൂഢതകളുടെ 20ാം മണിക്കൂറിലേക്ക്. കഴിഞ്ഞ ദിവസം 20th അവർ ചർച്ച ചെയ്ത ഒരു വാർത്തയായിരുന്നു തെക്ക് പടിഞ്ഞാറൻ ഡൽഹിയിൽ ഹോളി ആഘോഷത്തെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ 26-കാരനായ ഒരു യുവാവ് കൊല്ലപ്പെട്ടു എന്നതും ആ മരണം പിന്നീട് വലിയൊരു വർഗീയ ലഹളയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്നതും. ഇപ്പോൾ അവിടെ കാര്യങ്ങൾ കൂടുതൽ രൂക്ഷമാവുകയാണ്. ആഘോഷത്തെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ നിരപരാധിയായ തരുൺ കുമാർ കൊല്ലപ്പെട്ടിട്ട് ഇന്ന് 2 ദിവസം പിന്നിടുകയാണ്. ഹോളി ആഘോഷത്തിനിടയിൽ 11 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും നിറം കലർത്തിയ വെള്ളം നിറച്ച ബലൂൺ മറ്റൊരു സമുദായത്തിൽപ്പെട്ട യുവതിയുടെ മേൽ വീണതായിരുന്നു 2 മതങ്ങൾ തമ്മിലുള്ള വർഗീയ സംഘർഷത്തിലേക്ക് വഴിവെച്ചത്. എന്നാൽ ആ സംഘർഷത്തിനിടയിൽ ജീവൻ ബലി നൽകേണ്ടി വന്നതാകട്ടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും അറിയാതെ അതുവഴി വന്ന 11-കാരിയുടെ ബന്ധുവായ തരുൺ കുമാർ എന്ന ചെറുപ്പക്കാരനാണ്. സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്ത ഒരു ചെറുപ്പക്കാരൻ ഉൾപ്പെടെ 5 പേരാണ് അന്ന് പോലീസ് പിടിയിലായത്. സംഘർഷം ആരംഭിച്ച അന്ന് തന്നെ പോലീസ് വലിയ തരത്തിലുള്ള സുരക്ഷയായിരുന്നു തെക്ക് പടിഞ്ഞാറൻ ഡൽഹിയിലെ ഉത്തം നഗറിലെ JJ കോളനിയിൽ ഒരുക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ സുരക്ഷയെയും മറികടന്ന് ഇരു സമുദായക്കാരും തമ്മിലുള്ള തർക്കം വളരുകയാണ്. കഴിഞ്ഞ ദിവസം പ്രതികളിൽ ഒരാളുടെ ബന്ധുവിന്റേതെന്ന് പറയപ്പെടുന്ന ഒരു കാറും ബൈക്കും പ്രതിഷേധക്കാർ കത്തിക്കുന്ന സാഹചര്യമുണ്ടായി. ഇത് സാമുദായിക സംഘർഷം നിലനിൽക്കുന്ന പ്രദേശത്തെ കൂടുതൽ കലുഷിതമാക്കിയിരിക്കുകയാണിപ്പോൾ. പ്രദേശത്ത് ഇപ്പോൾ മുൻപത്തേക്കാൾ കൂടുതൽ സുരക്ഷയാണ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആക്രമണം നടന്ന തെരുവിന്റെ ഇരുഭാഗത്തും ബാരിക്കേഡുകൾ ഉയർത്തിയിട്ടുണ്ട്. 24 മണിക്കൂറും CRPF ഉദ്യോഗസ്ഥർ അവിടെ കാവൽ നിൽക്കുകയാണ്. എന്തെങ്കിലും തരത്തിലുള്ള സംഘർഷം ഉണ്ടാകാതിരിക്കാനും പോലീസ് ജാഗ്രത പാലിക്കുന്നുണ്ട്. നിലവിൽ നടന്ന നീക്കത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടി ഇപ്പോൾ അറസ്റ്റിലായവരുടെ എണ്ണം 8ആയി. വാഹനങ്ങളുടെ ഉടമസ്ഥാവകാശവും വാഹനങ്ങൾക്ക് തീയിട്ടവരുടെ വിവരങ്ങളും ഇപ്പോൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. जाकर हमने पाया कि 2 समुदाय के जो लोग हैं उनमें आपस में झगड़ा हुआ है, तो जिसमें एक समुदाय के 3 लोग और दूसरे समुदाय के 5 लोग इसमें इंजर्ड हुए. तुरंत ही हमने इनको PCR अपने एम्बुलेंस के माध्यम से इनको हॉस्पिटल पहुंचाया, तो जिसमें से ये सारे वहीं से तुरंत ही हॉस्पिटल से डिस्चार्ज हुए. केवल एक जो तरुण कुमार नाम का लड़का था जिसकी उम्र 26 साल थी, वो हॉस्पिटल में एडमिट रहा. और नेक्स्ट अगले दिन 5 तारीख की दोपहर के आसपास ये पता चला कि वो इसके इलाज के दौरान उसकी मृत्यु हो गई है. तो इनिशियल स्टेज पे ही हमने 4 तारीख को इसमें 308 जो IPC था उसमें पुराने BNS के तहत हमने केस रजिस्टर्ड किया. और उसके बाद जैसे उसकी जो लड़का तरुण कुमार था उसकी डेथ हुई, तो इसमें हमने उसको जो मर्डर का था उसमें सेक्शन उसमें ऐड कर दिए. कितनी अरेस्टिंग है सर? अभी तक इनिशियल स्टेज में हमने 5 लोग अरेस्ट किए थे, उसके बाद हमने 2 लोग और इसमें अरेस्ट किए, तो टोटल अभी 7 लोग इसमें अरेस्ट है, जिसमें 7 लोग में से एक माइनर भी इसमें अपहरण इंक्लूड है इसमें.
तो हमने इनके परिवार का बयान लिया, उनके हिसाब से इन्होंने हमें कुछ लोग को के नाम बताए हैं। हम लोग अपना सीसीटीवी फुटेज और जो वहाँ पे मौजूद लोग थे उनके आधार पे हम उनको लोगों को वेरीफाई कर रहे हैं, और जैसे भी इनके खिलाफ किसी के खिलाफ हमें सबूत मिलेगा या साक्ष्य उपलब्ध होंगे तो हम उन लोगों को भी अरेस्ट करेंगे। को चाकू वाकू मारने की भी बात सामने आ रही है क्या? नहीं, इसमें कोई चाकू का नहीं हुआ, क्योंकि दो फैमिली है, दोनों ये आपस में आस पड़ोस में ही रहते हैं, आमने सामने घर है, तो इसमें दोनों ही फैमिलीज के अलग अलग जो समुदाय है उनके काफी फैमिली उनके लोग रहते हैं। तो ये लोग दोनों फैमिली एक दूसरे को लगभग 50 साल से जानते हैं। ये मूल रूप से राजस्थान के रहने वाले हैं। इससे पहले ये जो राजेंद्र नगर का जो स्लम्स था वहाँ रहते थे, बट 2004 के बाद से ये यहाँ पे शिफ्ट हो गया है। तो इंक्वायरी के दौरान ये भी पता चला कि जैसे पड़ोसी के बीच में जो नॉर्मल होते रहते हैं इसमें कि पार्किंग को लेके झगड़ा, नॉट ए कम्युनल, तो वो भी पहले होता आया है। तो इसमें जो झगड़ा हुआ इनके जो बेसिकली बाय हैंड हुआ, और बाकी इसमें ये भी आया कि जो तरुण के चोट लगी तो जो लाठी थे उसके मारने से। വെള്ളിയാഴ്ച സംഭവത്തിൽ പ്രതിഷേധവുമായി തരുണിന്റെ കുടുംബവും അയൽക്കാരും സുഹൃത്തുക്കളും അടക്കം ഉത്തം നഗർ പോലീസ് സ്റ്റേഷന് പുറത്ത് ഒത്തുകൂടിയിരുന്നു. പ്രതികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് തരുൺകുമാറിന്റെ കുടുംബത്തിന്റെ ആവശ്യം. അതേസമയം പ്രതികളുടെ കുടുംബങ്ങളെയും ബന്ധുക്കളെയും പ്രദേശത്ത് താമസിക്കാൻ അനുവദിക്കരുതെന്നാണ് പ്രദേശത്ത് തന്നെയുള്ള മറ്റു ചില ആളുകളുടെ ആവശ്യം. സമീപത്തെ പാതകളിലെ അവരുടെ സാന്നിധ്യം മറ്റുള്ളവരിൽ ഭയം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് അവർ അഭിപ്രായപ്പെടുന്നു. അതായത് ഇത്ര നിസ്സാര കാരണത്തിന് ഒരാളുടെ ജീവൻ പോലും എടുക്കാൻ മടിക്കാത്തവർ ഇനി മറ്റെന്തിനു വേണമെങ്കിലും മുതിർന്നേക്കാമെന്നാണ് അവർ ഭയക്കുന്നത്. എല്ലാ വർഷത്തെയും പോലെ ഹോളി ആഘോഷം നടക്കുന്നതിനിടയിലായിരുന്നു വളരെ അപ്രതീക്ഷിതമായി ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. വൈകാതെ തന്നെ അതൊരു വലിയ തർക്കമായി മാറി. ഇരു കുടുംബാംഗങ്ങളും തമ്മിൽ വലിയ ഏറ്റുമുട്ടലിലേക്ക് വരെ കാര്യങ്ങളിലെത്തി. സംഭവത്തെപ്പറ്റി ഇരുവരുടെയും അയൽവാസിയായ ഒരാൾ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചു. ആ പ്രതികരണത്തിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം. ये अकेला ही बहुत पे भारी है, लेकिन इसको कई लोगों ने मिलकर मारा है, और उन्होंने पहले से ही ऐसा रच रखा था कि ये इतने बजे आएगा और ऐसा काम हमें करना है। तो ऐसे इसको अकेले को पकड़ के और कई सारे लोग आ गए एक साथ इसके साथ। ये अकेला था इसलिए उन्होंने पहले सोच रखा था, क्योंकि ये एक पहलवान था हमारे घर में एक यही पहलवान था। हम तो कमजोर है, कोई रंजिश नहीं थी। पिछले काफी समय पहले एक छोटा झगड़ा हुआ था, लेकिन वो रंजिश हम तो भूल चुके थे, लेकिन शायद इनको याद हो तो इन्होंने शायद इस चीज का फायदा उठाया, अकेले को घेर लिया। और हमें इंसाफ चाहिए जी, हमें पूरा इंसाफ चाहिए। हमारा बच्चा चला गया है तो उनका भी कोई जाना चाहिए, सीधी बात ये है सर। हमें इंसाफ चाहिए, पूरा कानून से पूरा इंसाफ चाहिए हमें। ആദ്യം തർക്കമുണ്ടായപ്പോൾ തന്നെ ബലൂൺ എറിഞ്ഞിരുന്ന പെൺകുട്ടിയുടെ കുടുംബം മാപ്പ് പറഞ്ഞ് പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കങ്ങൾ നടത്തിയതായിരുന്നു. എന്നാൽ പ്രശ്നം പരിഹരിക്കാൻ തയ്യാറാകാതിരുന്ന പ്രകോപിതരായ ആ യുവതിയുടെ കുടുംബം അത്ര പെട്ടെന്നൊന്നും ഈ പ്രശ്നത്തെ ഒതുക്കി തീർക്കാൻ ഒരുക്കമായിരുന്നില്ല എന്നുള്ളതായിരുന്നു പിന്നീട് നടന്ന മരണവും അറസ്റ്റുമെല്ലാം തുറന്നു കാണിക്കുന്നത്. തരുൺകുമാറിന്റെ മരണത്തിന് പിന്നാലെ തന്നെ അവിടുത്തെ പോലീസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ആ പ്രതികരണത്തിലേക്ക് കൂടി. उसमें दो परिवारों के बीच में एक लड़ाई हुई थी, जिसके चलते दोनों परिवारों की जो लड़ाई थी उसमें चोट लगी है, और यही इंसिडेंस रहा है। उसमें एक व्यक्ति की आज मृत्यु हो गई है। अड़ोसी पड़ोसी हैं, तो कुछ घरेलू मामलों को लेकर लड़ाई हुई थी इनकी। होली का दिन था तो गुब्बारा किसी ने फेंका होगा, तो उसमें लड़ाई हुई है इनकी जी। हिरासत में जितने लोगों का कल नाम आया था हमारे पास कंप्लेंट में, सारे लोग हिरासत में हैं, और अभी भी हमारी कार्रवाई चल रही है इसमें। മറ്റൊരു കാര്യം എന്തെന്നാൽ പ്രായപൂർത്തിയാകാത്ത ഒരു ചെറുപ്പക്കാരനടക്കം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പിടിയിലായി എന്നതാണ്. മതവും വർഗവും വർണ്ണവുമെല്ലാം മനുഷ്യരിൽ, അതും ചെറിയ കുട്ടികളിൽ പോലും എത്രത്തോളം ആഴ്ന്നിറങ്ങുന്നു എന്നതും അതവരെ എത്രത്തോളം അക്രമാസക്തരാക്കുന്നു എന്നതും ഇവിടെ വ്യക്തമാവുകയാണ്. തരുൺ അനുഭവിക്കേണ്ടി വന്ന ക്രൂരമർദ്ദനത്തെക്കുറിച്ച് തരുണിന്റെ ബന്ധുവും പ്രതികരിച്ചിട്ടുണ്ട്. मैं वो ऊपर से हमारी एक बच्ची थी 11 साल की, उसने अपने ताऊ के ऊपर गुब्बारा फेंका ऊपर से 3rd फ्लोर से, नीचे गिरते वो फट गया, 2-4 छींटे गिरे
सायरा उर्फ के काली के ऊपर। काली गालियां देने लग गई। मैंने उसे ये कहा, काली कोई बात नहीं बेटा, हम इसी कॉलोनी के रहने वाले हैं। उसे समझाया, उसे समझाने लग गया। इतनी देर में कोई आया, मेरे हाथ पे रोड मारी। मेरा भतीजा रमेश है, उसके सर में रोड मारी, उसके हाथ में रोड मारी, मेरा भतीजा ममराज के मारी। फिर भी हमने बर्दाश्त करके अपने अपने घरों में घुस गए। बात खत्म हो गई। हाँ, बात खत्म नहीं हो गई, वो लोग नहीं गए थे, हम ही घुस गए थे। हमारे बच्चों ने अंदर कर लिया हमें कि रहने दो। फिर उन्होंने पथराव किया। उसके बाद में है ना, हमारा ये बच्चा आ रहा था तरुण बुलेट पे, इसको एक कल्ले को घेर के मारा इन्होंने 8-10 लोगों ने। और जब ये बिल्कुल ही गिर गया, उसके बाद सिल्ली मारी है छाती पे, रोड डंडों से धड़ाधड़ 8-10 लोग थे वो। और उनकी फैमिली दुनिया भर की थी। वैसे तो लेडीज है, वो मारने वाले 8-10 लोग थे। बस यही वजह थी, वो तो वो भी बता देंगे आपको। यही वजह थी और कोई वजह नहीं है। वो हमारा एक दामाद थे 20 साल पहले, उनको मारा था इन्होंने पीटा था। वो इनके बड़े पूजरे का आके हाथ जोड़ने लगे थे। സംഘർഷത്തിൽ കൊല്ലപ്പെട്ട 26-കാരന്റെ കുടുംബത്തെ ബിജെപി എം പി കമൽജീത് സെഹ്റാവത്തും സന്ദർശിച്ചിരുന്നു. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് അവർ കുടുംബത്തിന് ഉറപ്പ് നൽകുകയും ചെയ്തു. परिवार बहुत तकलीफ में है, दुख में है और सही है। एक बच्चा जो कि उस झगड़े में इन्वॉल्व भी नहीं था, वो तो बाहर से आया और उसने अपनी बाइक खड़ी करी और उसके साथ अचानक ऐसा हो जाता है तो ना बच्चे को समझ में आया ना परिवार को कि हमारे साथ हुआ क्या है। ये जो घटना है अपने आप में बहुत शर्मनाक है, ऐसा नहीं होना चाहिए। लेकिन जो भी लोग इसके दोषी हैं उनको सजा मिले, इसका हम परिवार को विश्वास दिला रहे हैं। मुझे लगता है कि इस तरह की घटना कुछ ऐसे लोग जो दिमाग के होते हैं, जिनको समाज में अस्थिरता फैलानी होती है, इस तरह के लोग ही ऐसी घटना कर सकते हैं। लेकिन ये जो घटना हुई है इसमें प्रॉपर इन्वेस्टिगेशन करके जो आरोपी उनको सजा दी जाएगी। തെക്ക് പടിഞ്ഞാറൻ ഡൽഹിയിലെ ഈ വിഷയത്തിൽ പോലീസും ഭരണകൂടവും ഭയന്നതുപോലെ തന്നെ ഒടുക്കം കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഒരു കൊച്ചുകുട്ടിയുടെ കയ്യിൽ നിന്നും അറിയാതെ സംഭവിച്ചു പോയൊരു തെറ്റ്, ഒന്ന് ക്ഷമിച്ചു കൊടുക്കാൻ മാത്രം വലിപ്പമുണ്ടായിരുന്ന ഒരു തെറ്റ്, അത് മനുഷ്യന്റെ മതഭ്രാന്ത് ഒന്നുകൊണ്ട് മാത്രം ഇപ്പോൾ മരണത്തിലേക്കും വർഗീയ ലഹളയിലേക്കും വരെ എത്തിയിരിക്കുന്നു. വർഷങ്ങൾക്ക് മുൻപ് നടന്ന മാധ്യമപ്രവർത്തകൻ രാംചന്ദർ ഛത്രപതിയുടെ കൊലപാതകം എല്ലാവരെയും വളരെയധികം ഞെട്ടിച്ചതാണ്. ഈ കൊലപാതകത്തിൽ കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് പ്രഖ്യാപിത ആൾദൈവവും ദേരാ സച്ചാ സൗദ തലവനുമായ ഗുർമീത് റാം റഹീം സിംഗിനെയായിരുന്നു. എന്നാൽ ഗുർമീത് റാം സിംഗ് ഇപ്പോൾ കുറ്റവിമുക്തനായിരിക്കുന്നു. മാധ്യമപ്രവർത്തകൻ രാംചന്ദർ ഛത്രപതി കൊല്ലപ്പെട്ട കേസിൽ സിബിഐ കോടതി വിധിച്ച ജീവപര്യന്തം ശിക്ഷ റദ്ദാക്കിയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. ജീവപര്യന്തം ശിക്ഷ ചോദ്യം ചെയ്ത് ഗുർമീത് റാം റഹീം അപ്പീൽ നൽകിയിരുന്നു. 2002 പോലീസ് സമർപ്പിച്ച ആദ്യ കുറ്റപത്രത്തിൽ തന്റെ പേരുണ്ടായിരുന്നില്ലെന്നും ഗുർമീത് കോടതിയിൽ വാദിച്ചു. തെളിവുകളുടെ അഭാവത്തിൽ ചീഫ് ജസ്റ്റിസ് ഷീൽ നാഗു, ജസ്റ്റിസ് വിക്രം അഗർവാൾ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഗുർമീതിനെ മോചിപ്പിക്കാൻ ഉത്തരവിട്ടത്. എന്നാൽ കേസിലെ മറ്റ് 2 പ്രതികളായ കുൽദീപ്, നിർമ്മൽ, കൃഷ്ണലാൽ എന്നിവരുടെ ജീവപര്യന്തം ശിക്ഷ കോടതി ശരിവെക്കുകയും ചെയ്തു. പൂരാ സച്ച എന്ന പേരിൽ സിർസയിൽ പത്രം നടത്തിയിരുന്ന ഛത്രപതി 2002 ഒക്ടോബറിലാണ് വെടിയേറ്റ് കൊല്ലപ്പെടുന്നത്. ഗുർമീതിനെതിരെയുള്ള വാർത്തകൾ പ്രസിദ്ധീകരിച്ചതിനാൽ തന്നെ അന്ന് ഛത്രപതിയുടെ കൊലപാതകം വലിയ ശ്രദ്ധ നേടുകയും ചെയ്തു. പൂരാ സച്ച് എന്ന പത്രം നടത്തിയിരുന്ന അദ്ദേഹം സിർസയിലെ ദേര ആസ്ഥാനത്ത് സ്ത്രീ അനുയായികളെ ഗുർമീത് ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന ആരോപണം ഉന്നയിച്ചായിരുന്നു അന്ന് വാർത്ത പ്രസിദ്ധീകരിച്ചത്.
ദേരാ സച്ചാ സൗദ തലവനായ ഗുർമീത് റാം സിംഗ് നടത്തുന്ന ലൈംഗിക ചൂഷണങ്ങളെക്കുറിച്ചുള്ള കത്തുകളും മറ്റ് വിവരങ്ങളുമൊക്കെ ഈ റിപ്പോർട്ടുകളിൽ ഉൾപ്പെട്ടിരുന്നു. തുടർന്നാണ് അന്ന് അന്വേഷണം ഗുർമീതിലേക്ക് എത്തുന്നത്. അന്ന് CBI നടത്തിയ അന്വേഷണത്തിലായിരുന്നു ഗുർമീതിനെ പ്രതി ചേർത്തതും പിന്നീട് ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിച്ചതുമെല്ലാം. 2019 ജനുവരിയിൽ പഞ്ച്കുളയിലെ പ്രത്യേക CBI കോടതി ഗുർമീതും മറ്റു പ്രതികളും മാധ്യമപ്രവർത്തകനെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന് കണ്ടെത്തുകയും ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയുമായിരുന്നു. ആ വിധിയാണ് ഇപ്പോൾ മാറി മറിഞ്ഞിരിക്കുന്നത്. വിധിയിൽ രാംചന്ദർ ഛത്രപതിയുടെ മകൻ അൻഷുൽ ഛത്രപതിയും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. മറ്റൊരു കാര്യമെന്തെന്നാൽ അനുയായികളെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത കേസിൽ ശിക്ഷ അനുഭവിക്കുകയാണിപ്പോൾ ഗുർമീത് സിംഗ്. അതായത് അന്ന് രാംചന്ദർ റിപ്പോർട്ട് ചെയ്ത വാർത്തയെന്തോ അതോ അതേ കുറ്റകൃത്യത്തിന് തന്നെയാണ് ഗുർമീത് ഇപ്പോൾ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 2017 ഈ വിഷയത്തിൽ കോടതി ഗുർമീത് സിംഗിന് 20 വർഷത്തെ തടവ് ശിക്ഷ വിധിക്കുന്നത്. ഈ കാലയളവിൽ ഇയാൾ 15ഓളം തവണ പരോളിലിറങ്ങിയും അന്ന് വലിയ വിവാദമായിരുന്നു. പഞ്ചാബ് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലും ഗുർമീത് റാമിന് പരോളുകൾ അനുവദിച്ചിരുന്നു എന്നതും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം തന്നെയാണ്. 2022 ഇയാൾ 3 തവണ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. ആദ്യം ഫെബ്രുവരിയിൽ പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് 21 ദിവസത്തേക്ക്, പിന്നീട് ജൂണിൽ ഹരിയാനയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 1 മാസത്തേക്ക്, തുടർന്ന് ഒക്ടോബറിൽ ഹരിയാന ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് 40 ദിവസത്തേക്ക്. അതിനു മുൻപ് 2020 ഒക്ടോബറിൽ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇയാൾ 40 ദിവസത്തെ പരോളിൽ പുറത്തിറങ്ങുകയും ചെയ്തിരുന്നു. രാഷ്ട്രീയ നേതാക്കളുമായും രാഷ്ട്രീയ പാർട്ടികളുമായും ഗുർമീതിനുള്ള ബന്ധം ഇതിൽ നിന്നൊക്കെ തന്നെ വ്യക്തമാണ്. അതേ വ്യക്തി തന്നെ ഇപ്പോൾ രാംചന്ദർ ഛത്രപതിയുടെ കൊലപാതകത്തിൽ കുറ്റവിമുക്തനാകുമ്പോൾ അതിൽ അതിശയിക്കേണ്ടതില്ല. ട്വന്റി അവർ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.